യേശുവിൽ വാത്സല്യമുള്ളവരെ, 2023 ക്രിസ്തുമസിന് വേണ്ടിയുള്ള ഒരുക്ക ധ്യാനത്തിൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ 24-ാം തീയതി ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക്, ബാല്യകാലത്തിലേക്ക് പോവുകയാണ്. വാസ്തവത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 24-25 ദിവസമാണ്. എങ്കിലും നമ്മളൊക്കെ അത് ജീവിച്ചു പോന്നിട്ടുള്ളത്, നിങ്ങളൊക്കെ ഈ ധ്യാനത്തിൽ പങ്കെടുത്തതുപോലെ തന്നെ, അത് ഡിസംബർ 1 തന്നെ തുടങ്ങുന്നതാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ എല്ലാ ആത്മീയ ആഘോഷങ്ങളും അല്ലെങ്കിൽ ഉത്സവങ്ങളും തിരുനാളുകളൊക്കെ അത് നടത്തപ്പെടുന്ന ദിവസത്തേക്കാൾ അത് നമ്മൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. 25 ദിവസമായിട്ട് നമ്മൾ ഈ യേശുവിനെ വരവേൽക്കാൻ, ജീവിതത്തിൽ ഗർഭം ധരിക്കാനുള്ള ഒരു വലിയ ഒരുക്കത്തിലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് വാസ്തവത്തിൽ ഡിസംബർ 1 അല്ല ക്രിസ്തുമസിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ വീട്ടിൽ തുടങ്ങിയിരുന്നത്. ഞങ്ങൾ വീട്ടിൽ 6 മക്കളാണ്. അതിൽ മൂത്ത 2 ജ്യേഷ്ഠന്മാർ അവരുടെ ആദ്യകാല ചെറിയ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നാട് വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന 2 പെങ്ങന്മാരും ഞാനും എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുമാണ്. ഞങ്ങൾ നവംബർ മാസത്തിൻ്റെ ഏതാണ്ട് അവസാനമാകുമ്പോൾ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള ഗാർഡനിൽ ഞങ്ങൾ ഒന്ന് ഒരുമിച്ച് കൂടും. അത് ഒരുമിച്ച് കൂടുന്നത് മിക്കവാറും ഒരു നിലാവുള്ള രാത്രിയിലായിരിക്കും. രാത്രി ഊണൊക്കെ കഴിഞ്ഞ് പൂഴിമണൽ കിടക്കുന്ന ഗുരുവായൂർ ഭാഗത്താണ്, ഏതാണ്ട് അതിനടുത്ത് ചിറ്റാട്ടുകരയാണ് എൻ്റെ നാട്. അപ്പോൾ ആ പൂഴിമണലിൽ നിലാവിൻ്റെ ആ വെളിച്ചം ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ മറ്റു വെളിച്ചങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ 4 പേരും വട്ടത്തിലിരുന്ന് വലിയ ആലോചനയാണ്. ഈ പ്രാവശ്യം നമുക്ക് പുൽക്കൂട് എവിടെ ഉണ്ടാക്കണം? അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. നമ്മൾ അതിനിപ്പോൾ ഇത്ര ആലോചിക്കാനുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സ്ഥലത്ത് തന്നെ ചെയ്താൽ മതിയില്ലേ? അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയും അത് പോരാ, എന്നും നമ്മൾ ഈ മരുന്ന് തെച്ചിയുടെ അടിയിൽ എന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഈ പ്രാവശ്യം ഇടതുവശത്തേക്ക് മാറ്റി പിടിച്ചാലോ? അപ്പോൾ വേറൊരാളൊരു പുതിയ ആശയം പറയും, നമുക്ക് വളർമാവിൻ്റെ താഴേക്ക് പോവാം, അവിടെയും ഉണ്ണിയേശു പിറക്കണമല്ലോ. എന്തെല്ലാം പറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതാകെ വഴക്കാവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വഴക്കായി കഴിയുമ്പോൾ, വഴക്ക് മൂക്കുമ്പോഴാണ് അമ്മ വരുന്നത്, രംഗപ്രവേശം ചെയ്യുന്നത്. എന്നിട്ട് അമ്മ ചോദിക്കും, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ വഴക്കടിക്കുന്നത്? അല്ലാതെ എവിടെ തുടങ്ങേണ്ടത്, എവിടെയാണ് ഈ പ്രാവശ്യം പുൽക്കൂട് വയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വഴക്കാണ്. വഴക്കിലാണ് പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. പക്ഷെ അത് സൗന്ദര്യമുള്ള വഴക്കുകളാണ്, സ്നേഹം കൊണ്ടാണ്, യേശുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. അവസാനം അമ്മ പറയും, ഒരു കാര്യം, ഈ 4 മറ്റ് തെച്ചികളൊക്കെ നിൽക്കണതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ചോ. അത്രയും തീരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ജോലികൾ പങ്കിട്ടെടുക്കുകയായി. മൂത്ത പെങ്ങൾ പറയും, ഞാനാണ് രാവിലെ മുറ്റടിക്കുക. അപ്പോൾ ആ മുറ്റടിക്കുമ്പോൾ ഇനി നമ്മൾ പുൽക്കൂട് പണിയാൻ പോകുന്ന ആ സ്ഥലത്ത് ഞാൻ അടിച്ചോളാം. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പെങ്ങൾ പറയും, എന്നാൽ നീ അവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഉള്ള ചെടികൾക്കൊക്കെ ചുറ്റുപാട് നിൽക്കുന്ന, നമ്മൾ പുൽക്കൂടുണ്ടാക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ചെടികളൊക്കെ നന്നായി നനച്ച് അവിടെ കുറച്ചുകൂടിയൊക്കെ പച്ചപ്പ് വളർത്താനായിട്ട് ശ്രമിക്കാം. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനൊരു ചെറിയ ആർട്ടിസ്റ്റായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ കളിമണ്ണെടുത്ത്, ആ ജ്യേഷ്ഠൻ, ഞങ്ങൾക്കൊണ്ടത് സാധിക്കില്ല, കുഴച്ച് എല്ലാ രൂപങ്ങളും അവൻ തന്നെ എല്ലാ കൊല്ലവും ഉണ്ടാക്കുന്നു മണ്ണുകൊണ്ട്. അത് ആ കൊല്ലത്തെ ക്രിസ്തുമസ് കഴിഞ്ഞ് രാക്കുളി തിരുനാളും കഴിയുമ്പോൾ അതെല്ലാം പിന്നെ നശിച്ചു പോകും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വല്ല മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ, ഇത് മണ്ണുകൊണ്ടുള്ളതല്ല, അത് നമ്മൾ പെയിൻ്റൊക്കെ അടിക്കുമെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകും. അടുത്ത കൊല്ലം ജ്യേഷ്ഠൻ വളരെ ആവേശത്തോടു കൂടെ അതുണ്ടാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ കലാകാരനൊന്നും അല്ല, ഞാൻ കുഞ്ഞാണ്, എനിക്ക് അവരെ പോലെ അധ്വാനിക്കാനൊന്നും കഴിവില്ല. അപ്പോൾ ഞാൻ അവരോട് പറയും, മലയുണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാമഗ്രികളൊക്കെ പറമ്പിൽ കിടക്കണത് ഞാൻ മെല്ലെ പെറുക്കി കൂട്ടിക്കോളാം എന്ന് പറയും. അപ്പം എൻ്റെ ജോലി ഈ ഓട്ടാമ്പിളി എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന ഒരു സാധനമാണ്. ഇന്ന് ആളുകൾക്ക് വല്ലവർക്കും അത് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഈ കലങ്ങൾ, കുടങ്ങളൊക്കെ പണ്ട് മണ്ണുകൊണ്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ പൊട്ടി അതിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീഴും. അതിങ്ങനെ പറമ്പിൽ ചിന്ന ഭിന്നമായി കിടക്കുന്നുണ്ടാവും. അതുപോലെ പലതരത്തിലുള്ള വാർപ്പിൻ്റെ ചില കഷ്ണങ്ങളായിരിക്കും, സിമെൻറ്റിൻ്റെ. ഇതെല്ലാം ഞാൻ പെറുക്കി കൂട്ടി ഈ ഗാർഡൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഈ മലയുണ്ടാക്കാൻ വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടി വയ്ക്കും. ഞാനിത് പറഞ്ഞത് ഈ നവംബർ അവസാനം തന്നെ തുടങ്ങുന്ന ഈ ഒരുക്കം, അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് യേശുവിനെ കുറിച്ചുള്ള വിചാരങ്ങളിൽ അങ്ങനെ നിറയുകയാണ്. അങ്ങനെ നിറഞ്ഞ് ഇതിനോടൊപ്പം തന്നെ ആത്മീയമായ ചില പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ ആരംഭിക്കാറുണ്ട്. ഇങ്ങനെ വളരെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം എല്ലാവരും അവരുടെ ഒരു കുഞ്ഞു ഡയറിയിൽ ഓരോരുത്തരും പറയേണ്ട ആശയടക്കങ്ങൾ, ചെറിയ നോമ്പ് എല്ലാവരും എടുക്കും. അത് ഇറച്ചി നോമ്പും മീൻ നോമ്പും മുട്ട നോമ്പും ഒക്കെ ഉണ്ട്. വീട്ടിൽ ഭയങ്കര കർശനമാണ്. അതുകൂടാതെ അതിൽ ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നെങ്കിലും അമ്മയൊക്കെ ഒരു നേരം എടുക്കുന്നത് കൊണ്ട് ഞങ്ങളും വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ചെറിയ രീതിയിൽ ഒരു നേരങ്ങൾ എടുക്കുമായിരുന്നു. പിന്നെ ഒരു പുസ്തകത്തിൽ സുഹൃതജപങ്ങൾ എഴുതി വയ്ക്കുമായിരുന്നു. ആശയടക്കങ്ങളുടെ എണ്ണം എഴുതി വയ്ക്കുമായിരുന്നു. നമ്മൾ വേറൊരാളെ സഹായിച്ചത്, പള്ളിക്കൂടത്ത് ചെന്നപ്പോൾ സഹായിച്ചത് എഴുതി വയ്ക്കുമായിരുന്നു. കാരണം ഇതെല്ലാം കൂടി 24-ാം തീയതി പള്ളിയിലെ ക്രിബിൽ കൊണ്ടുപോയി വെക്കണം, സമർപ്പിക്കണം. ഈ കാര്യം ഇന്ന് അപ്പാടെ നിന്ന് പോയിട്ടൊന്നുമില്ല. എൻ്റെ ബന്ധത്തിലുള്ള എൻ്റെ ഒരു നീസ്, ഒരു സിസ്റ്റർ എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ വാട്സപ്പിൻ്റെ ഇതിൽ ഇടുന്നുണ്ട്, ഇന്ന് നമുക്ക് തലയണ നിർമ്മിക്കാം, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് വള ഇടാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുക്കങ്ങൾ, ഇതൊക്കെ വളരെ ആരോഗ്യകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾ ധാരാളം, അത് ശാരീരികമായിട്ട് മാത്രമല്ല, അതിൻ്റെ ആഘോഷത്തിനുള്ള ചുറ്റുപാടുകൾ മാത്രമല്ല, ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങൾ ധാരാളം നടന്നു. നമ്മൾ ഇന്ന് ഈ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിൻ്റെ തലേന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ നമുക്ക് ആലോചിക്കാം, ഞാൻ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ, യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ എൻ്റെ ഒരുക്കങ്ങൾ എന്ന് തുടങ്ങി? എന്തായിരുന്നു ആ ഒരുക്കങ്ങളുടെ അന്തസത്ത? ഈ ആഘോഷത്തിൻ്റെ ആ 2 ദിവസം ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മാനസികവും ആത്മീയവുമായ എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഉദ്യോഗപരമായ മണ്ഡലങ്ങളിൽ, എൻ്റെ സാമൂഹ്യ സേവനത്തിൻ്റെ മണ്ഡലങ്ങളിലൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളെ ഈ യേശുവിൻ്റെ പിറവി ശരിയായി നടക്കാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് ഒരുക്കങ്ങളില്ലാതെയുള്ള ആഘോഷങ്ങളാണ്. ആഘോഷിക്കാൻ ആളുകൾ എല്ലായിടത്തും എല്ലാം ഒരുങ്ങിയ സാധനങ്ങൾ മേടിക്കുകയാണ്. ഇന്ന് തന്നെ പലപ്പോഴും ഞങ്ങളൊക്കെ അന്ന് ചെയ്തതുപോലെ, ഞങ്ങളുടെ തലമുറകളിൽ ചെയ്തതുപോലെ ഇതുപോലെ പുൽക്കൂട് നിർമ്മിക്കലോ ഒന്നുമില്ല. മലകൾ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, പുൽക്കെട്ടികൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളില്ല. എല്ലാം ഇന്ന് റെഡിമെയ്ഡ് നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ ഒന്നാമത്തെ ഈ ക്രിസ്മസിൻ്റെ ഈ ഒരുക്ക ധ്യാനത്തിൻ്റെ അവസാനം വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് തോന്നുന്ന ഈ ഒരു ആശയം, നമ്മൾ ഒരുങ്ങുന്നതിലാണ് യേശു പിറക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ പുൽക്കൂടിൻ്റെ നിർമ്മാണത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയാണ്. ഞാൻ ആ പുൽക്കൂടിനെ ഓരോ പ്രാവശ്യവും 24-ാം തീയതി വീട്ടിലെ പുൽക്കൂട് നിർമ്മാണം കഴിഞ്ഞ് അടുത്ത വീടുകളിലെ പുൽക്കൂടുകളൊക്കെ പോയി കണ്ട്, പള്ളിയിലെ പുൽക്കൂട് എല്ലാം കണ്ടതിൻ്റെ ഓർമ്മയിൽ ഇന്ന് വളർന്നതിന് ശേഷം ഞാൻ 10-61 വയസ്സിലേക്ക് എത്തുന്നതിന് ഈ ഇടയിലൊക്കെ ഞാൻ പുൽക്കൂടിലേക്ക് ചെന്ന് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, ഈ പുൽക്കൂടിൽ പ്രപഞ്ചം മുഴുവൻ ഉണ്ടല്ലോ എന്നാണ്. എൻ്റെ വീട്ടിൽ പുൽക്കൂട് കൊച്ചാണ്. ഞങ്ങളൊക്കെ വളരെ സാധാരണക്കാരായ കൊച്ച് കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇന്ന് 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയൊക്കെ 10 സെൻറ്റ് 1 ഏക്കർ വരെയൊക്കെയുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കുന്ന ലാൻഡുകൾ, ക്രിസ്മസ് ലാൻഡുകൾ ഉണ്ടാക്കുന്ന ഇന്ന് അങ്ങനെ വലിയൊരു ആഘോഷമാണ് അത് തന്നെ. പക്ഷേ ഞങ്ങളുടെയൊക്കെ കൊച്ചു പുൽക്കൂടാണ്. പക്ഷെ ആ കൊച്ചു പുൽക്കൂട്ടിൽ പോലും പ്രകൃതിയിലുള്ള എല്ലാം ഉണ്ടായിരുന്നു. മലയുണ്ട്, ചെറിയ തടാകമുണ്ട്, ചെറിയൊരു അരുവി ഒഴുകി വരാറുണ്ട്, കന്നുകാലികളുണ്ട്, ആടുമാടുകളുണ്ട്, ആട്ടിടയന്മാരുണ്ട്, പുൽക്കളങ്ങളുണ്ട്. പിന്നെ ചെറിയ ലൈറ്റുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ പണ്ടത്തെ പോലത്തെ. അങ്ങനെ ഇന്ന് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന മണ്ണ്, വെള്ളം, ജീവജാലങ്ങൾ, സസ്യജലാദികൾ, മനുഷ്യർ എല്ലാവരും
ഈ പുൽക്കൂട്ടിലുണ്ട്. ആ പുൽക്കൂട്ടിലാണ് ദൈവം പറക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രിസ്തുമസിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്, യേശുവിൻ്റെ പിറവി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ മുഴുവൻ സംരക്ഷിക്കുകയും അത് ദൈവത്തിൻ്റെ പരമപിതാവിൻ്റെ പക്കലേക്ക് വാഴ്ത്താൻ വേണ്ടി ഉണ്ണിയേശുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിൽ നിന്ന് രൂപപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുമസിൻ്റെ 25 ദിവസങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ദൈവത്തോടൊപ്പം എത്ര പണിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം നടത്തിയ സൃഷ്ടികർമ്മം മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് എന്നോ തീർന്നു പോയതല്ല. അന്ന് തുടങ്ങിയ സൃഷ്ടികർമ്മം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും തലമുറകളിലേക്ക് നമുക്കിവിടുത്തെ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും ഇവിടുത്തെ സസ്യലതാദികളെയും ജീവജാലങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗമാണ്. ആ ഉത്തരവാദിത്വമാണ് കാര്യസ്ഥന്മാരെന്ന രീതിയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. യേശു ഈ ലോകത്തിലേക്ക് പിറന്നു വന്നപ്പോൾ ഈ മണ്ണിനെയും ഈ വെള്ളത്തെയും ഈ ഇവിടെയുള്ള ജീവജാലങ്ങളെയും സസ്യലതാദികളെയും സൂര്യചന്ദ്രന്മാരെയും ഈ നക്ഷത്രങ്ങളെയും എല്ലാം അവൻ്റെ പഠനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഭാഗമാക്കിയിട്ടല്ലേ അവൻ മനുഷ്യനായിട്ട് അവതരിച്ചത്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ഈ ആ വലിയ രഹസ്യമെന്ന് പറയുന്നത് അവൻ്റെ സൃഷ്ടികർമ്മത്തിൽ, അവൻ്റെ ആലോചനയിൽ, അവൻ്റെ ആ വലിയ പരിപാലനയിൽ, രക്ഷാകരമായ പദ്ധതിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഈ പ്രപഞ്ചത്തെ അവൻ്റെ തന്നെ ശരീരമാക്കി മാറ്റി അവൻ ഈ പ്രപഞ്ചത്തെ വീണ്ടും വിശുദ്ധീകരിക്കുകയായിരുന്നു പുൽക്കൂട്ടിൽ നടന്നത്. എങ്കിൽ നമ്മൾ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ നമ്മുടെയും ജോലി കർത്താവ് ചെയ്തതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളെയും ഉൾച്ചേർത്തുകൊണ്ട് അതിനെ യേശു വിഭാവനം ചെയ്തതുപോലെ, ദൈവം വിഭാവന ചെയ്തതുപോലെ ആ ഓരോ സൃഷ്ടിയുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ അതിനെ സഹായിക്കുമാറ് നമ്മൾ ജീവിക്കുക, പെരുമാറുക എന്ന് പറയുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് കാപ്പി കുടിച്ച് അതിനുശേഷം അവിടെ തരുന്ന ടിഷ്യൂ പേപ്പർ നമ്മളെടുത്ത് തുടച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അത് അവിടെ മേടിക്കാൻ ആരും ഇല്ലെങ്കിൽ അത് ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴാകാം, ബസ്സിലാകാം, നമ്മുടെ സ്വന്തം കാറിലാകാം. നമ്മളത് ആ ജനല തുറന്ന് അങ്ങോട്ട് ഡോറ് തുറന്ന് എറിയുകയാണോ? ഗ്ലാസ് ഇത്തിരി താഴ്ത്തിയിട്ട് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ എറിയുകയാണോ? അവിടെ തുടങ്ങണം നമ്മൾ ഈ ലോകത്തെ പവിത്രീകരിക്കുന്ന യേശുവിൻ്റെ തിരുപ്പിറവി. അവിടെ വരെ എത്തണം ആ തിരുപ്പിറവിയുടെ ആ വലിയ സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു രണ്ടാമത്തെ ചാക്രിക ലേഖനം ലൗദാത്തോ സി എഴുതിയത് തന്നെ ഈ പ്രപഞ്ചമാകുന്ന വലിയ കൂദാശയിൽ ദിവസവും അവതരിച്ചു പോകുന്ന ദൈവത്തിൻ്റെ ആ അരുളപ്പാടുകൾ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സുകൾ വളരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അത് ഇറങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ഈ അടുത്ത് ലൗദാത്തെ ദേവും എന്ന് പറയുന്ന ഒരു അപ്പസ്തോലിക ആഹ്വാനം മാർപ്പാപ്പ ഇറക്കുകയുണ്ടായി. കാരണം ഇന്ന് ലോകം നേരിടുന്ന ദൈവത്തിൻ്റെ സ്പർശം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഭൂമിയാണ്. നമ്മുടെ വരും തലമുറകൾ ഇന്ന് രക്ഷാകരമായ ഒരു അനുഭവത്തിലൂടെ അവർ ഈ ലോകത്തിൽ ജനിക്കുമോ, ജീവിക്കുമോ, മരിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രകൃതിയുടെ ഒരു ഉത്സവമായിട്ട്, ജീവജാലങ്ങളെ മുഴുവൻ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉത്സവമായിട്ട്, അവർക്കെല്ലാം അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്ന ഒരു ഒരുക്കമായിട്ട് ഈ തിരുപ്പിറവി നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരായ നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ സന്ദേശം. മൂന്നാമതായിട്ട് ഞാൻ വീണ്ടും ഓർക്കുകയായിരുന്നു എൻ്റെ ആ ചെറുപ്പകാലത്തെ ക്രിസ്തുമസിൻ്റെ പുൽക്കൂട് നിർമ്മാണം. ഞാനെല്ലാം ബാല്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ കൊച്ചു നുറുങ്ങുവെട്ടങ്ങളായിട്ട് അവിടെയും ഇവിടെയും ജീവിതത്തിൽ കിട്ടിയ പ്രകാശങ്ങളെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ക്രിസ്തുമസിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല. ഞാൻ ആ ക്രിസ്തുമസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഞങ്ങൾ ക്രൈസ്തവരായ എൻ്റെ വീട്ടിലുള്ള 4 ഈ മക്കൾ മാത്രമല്ല, തൊട്ടടുത്ത വീട്ടിലെ ക്രിസ്ത്യാനികളുടെ വീടുകളുണ്ട്, പുലിക്കോട്ടിലിൻ്റെ വീടുണ്ട്, മേൽച്ചേരിയുടെ വീടുണ്ട്. അതിൻ്റെ മുന്നിലേക്ക് നടന്നാൽ ഹൈന്ദവ സഹോദരങ്ങളായ ഇണ്ണിയാരൻ്റെ വീടുണ്ട്, ശങ്കുരുവിൻ്റെ വീടുണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഈ പുൽക്കൂടുകൾ നിർമ്മിക്കുന്നത് എല്ലാ വീട്ടിലും. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ ഹൃദ്യമായ ഓർമ്മ. എൻ്റെ പുൽക്കൂട് വീട് നിർമ്മാണത്തിലെ
തൊട്ടടുത്തുള്ള ജയനും അതിൽ പങ്കാളികളാകും. ജ്യേഷ്ഠൻ ആ കളിമണ്ണ് എടുക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള പാടം ഞങ്ങളുടേതല്ല, അത് പുൽക്കോട്ടിൽ തറവാട്ടുകാരുടെയാണ്. അവരോട് പോയിട്ട് പറയും, കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല കളിമണ്ണ് വശത്തുനിന്ന് ഞാൻ കുറച്ച് കളിമണ്ണ് എടുത്തോട്ടെ എന്ന് പോയി ചോദിക്കുക. പിന്നെ അതെടുക്ക്, നമ്മളൊക്കെ എല്ലാ കൊല്ലവും ഇത് ഉണ്ടാക്കുന്നതല്ലേ മോനെ. അപ്പോൾ അത് പോയി അത് അവിടെ നിന്ന് എടുത്തു. ഒരു ചെറിയ പുൽക്കൂട് നിർമ്മാണത്തിൽ അയൽപ്പക്കക്കാരൊക്കെ അതിൽ നിന്ന് കൂടുകയാണ്. പിന്നീട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഈന്തുമ്പന ഉണ്ടായിരുന്നില്ല. ഈന്തുമ്പനയുടെ ആ ചെറിയ ഓലകൾ കൊണ്ടാണ് അവസാന നിമിഷം പുൽക്കൂടിനെ പൊതിയുന്നത്. പണ്ട് ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ട് പാലക്കടൻ കാറ്റ് എന്ന് പറയുന്ന ഒരു വൃശ്ചികക്കാറ്റുണ്ട്. അത് നവംബറിൻ്റെ പകുതി കഴിയുമ്പോൾ, വൃശ്ചിക മഴ നമ്മുടെ തുലാവർഷം കഴിയുമ്പോൾ കുറേശ്ശെ വീശി തുടങ്ങും വളരെ ശക്തിയായിട്ട്. ആ അവസരത്തിൽ എല്ലാ തെങ്ങുകളും വൃത്തിയാക്കി അതിൽ നിന്ന് ഓലവെട്ടൊക്കെ നടക്കും. അതിൻ്റെ തുമ്പോലകൾ അവിടെ ഉണ്ടാവും. അത് ഞങ്ങൾ ഇതുപോലെ വെട്ടി വെട്ടി എടുത്തു വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് പുൽക്കൂടിൻ്റെ ആദ്യത്തെ നിർമ്മാണം. പക്ഷെ പൊതിയുന്നത് വിശേഷമായ ഈന്തിൻ്റെ ആ വലിയ ഓല കൊണ്ടാണ്. അത് എൻ്റെ വീട്ടിലില്ല. അതുള്ളത് തൊട്ട് ഇണ്ണിയാരൻ്റെ വീട്ടിലും അങ്ങ് പുറകിലുള്ള ചില ജനങ്ങളുടെ വീട്ടിലുമൊക്കെയാണ്. അവിടെയുള്ള കുളങ്ങളുടെ മടയിൽ പോയി ഇതെല്ലാം വെട്ടുമ്പോൾ അവരുടെ അനുവാദം മേടിക്കും. അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കി ഏറ്റവും അവസാനം 24-ാം തീയതി ഞാൻ ഓർക്കുകയാണ്, പുൽക്കൂടിൻ്റെ അവസാന നിർമ്മാണങ്ങളെല്ലാം കഴിഞ്ഞാൽ അതിലെ ഈ ജയനും രവിയും അടുത്ത വീട്ടിലുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സഹായിക്കും. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വക്കോല് വേണമല്ലോ പുൽക്കൂടിൽ വെക്കാനായിട്ട്. എൻ്റെ വീട്ടിൽ വക്കോലൊന്നുമില്ല, കാരണം പശുക്കളൊന്നുമില്ല, നാലുകാലികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനോട് പറയുമായിരുന്നു, ഒരു ആടിനെങ്കിലും മേടിക്കണം അപ്പച്ച. എനിക്ക് ഇടയ്ക്ക് ഈ പെങ്ങന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഞാൻ മാത്രമായിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കൂടെ വന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് കൊണ്ടുപോയാൽ ഇടയ്ക്ക് കൊണ്ടുപോയി തീറ്റിക്കാനൊക്കെ, പിന്നെ ആ പേരും പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യാമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു മനസ്സിൻ്റെ കുതന്ത്രങ്ങൾ അപ്പച്ചനോട് പറയും, ഒരു ആടിനെ മേടിക്കുക അപ്പച്ച. അപ്പോൾ അപ്പം പറയും, ഇവിടെ ഇരുകാലികൾക്ക് തന്നെ തിന്നാൻ കൊടുക്കാൻ വിഷമിക്കുകയാണ്, ആ നേരത്തെ ഇനി നാലുകാലിക്ക് തിന്നാൻ കൊടുക്കണത്. അപ്പൻ അങ്ങനെ ഒരു വിറ്റൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, ഈ വക്കോല് മേടിക്കാൻ ഞാൻ എണ്ണിയാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അമ്മു എന്ന് പറയുന്ന ഒരു പ്രായമുള്ള വൃദ്ധയായ സ്ത്രീയുണ്ട്. ഈ അമ്മു ആ നാട്ടിലെല്ലാവരുടെയും അമ്മയായിരുന്നു. അത്രമാത്രം സ്നേഹം വഴിഞ്ഞൊഴുകുന്നൊരു മുഖമാണ്. ഞാൻ ആ തൊഴുത്തിൽ ചെന്നിട്ട് അമ്മുവിനോട് എല്ലാ കൊല്ലവും ആവർത്തിക്കുന്ന കാര്യമാണ്, അമ്മു കുറച്ച് വക്കോല് വേണമല്ലോ. അപ്പോൾ അമ്മ പറയും, അതിനെന്തിനാടാ ഇപ്പം നീ എന്നോട് ചോദിക്കണേ വിൻസ, നിനക്കത് അവിടെ നിന്ന് എടുത്തുകൂടെ, അല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കറ്റ വക്കോലാണ് എനിക്ക് തരിക. ഞാൻ എന്നും ഓർക്കുന്നുണ്ട്, അന്നൊരു വാർ ട്രൗസറാണ് ഇട്ടിരുന്നത്. ആ വാർ ട്രൗസർ ഒരു ഭയങ്കര കാര്യമാണ്. അത് ഇന്ന് വാർ ട്രൗസറൊക്കെ ആൾക്കാർ ടൈ ആയിട്ടാണ് കെട്ടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും. ഇങ്ങനെ കഴുത്തിൽ ഏത് പരിപാടിക്ക് പോയാലും ഇങ്ങനെ ഒരു സാധനം കെട്ടിയിടുന്നുണ്ട്. പക്ഷേ ഈ വാർ ട്രൗസർ എന്താ എൻ്റെ പ്രശ്നം വെച്ചാൽ, 2 വള്ളി ഉണ്ടെങ്കിൽ ഒരു വള്ളി ഇടയ്ക്ക് അഴിഞ്ഞു പോകും നമ്മൾ നടക്കണതിനനുസരിച്ച്. ഈ തലയിൽ ഇടത് കൈ കൊണ്ട് ഈ കറ്റ പിടിച്ച് വലത് കൈ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഊർന്നു പോകുന്ന വള്ളി കയറ്റിയിട്ടിട്ട് ആ എണ്ണിയാറിൻ്റെ പടി ഞാൻ ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒളിമ്പിക്സിന് പോയിട്ട് മെഡൽ കിട്ടിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ കറ്റ ചുമന്നിരുന്നത്. ഞാൻ ഓർക്കുന്നു, അത് കൊണ്ടുവരുമ്പോൾ ഞാൻ ആ അമ്മുവിനോട് പറയും, ഇത് മുഴുവൻ വേണ്ടാട്ടോ എന്ന് പറയും. അപ്പം അമ്മു സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്, മോനെ ഉണ്ണീശോനെ കാണാനായിട്ട് ആടുമാടുകളൊക്കെ വരുമല്ലോ, അപ്പോൾ അവർക്ക് തിന്നാൻ കൊടുക്കണ്ടേ എന്ന് അമ്മു എന്നോട് പറയും. അങ്ങനെ ആ പുൽക്കൂടിൻ്റെ നിർമ്മാണത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, ചുറ്റുപാടുള്ള അയൽപ്പക്കക്കാർ, എല്ലാ മതസ്ഥരും അതിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അത് തിരുപ്പിറവിയുടെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു വർഗത്തെയോ ഒരു ദേശത്തെയോ രക്ഷയിലേക്ക് കൊണ്ടുപോകാനല്ല. അവൻ ലോകത്തിൻ്റെ സാർവത്രിക രക്ഷകനായിട്ട് അയക്കപ്പെട്ട ഒരു ദൈവമാണ്. ഈ ദൈവപുത്രൻ ഇന്ന് ആരുടെയും കുത്തകയല്ല, എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ വഴികൾ പിന്തുടരാനായിട്ട് അവകാശമുണ്ട്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഇന്ന് മനുഷ്യകുലം സഹോദരി സഹോദരന്മാരായിട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരു ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ടും ഒരു ദൈവത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടും ഒരു ദൈവത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ടുമാണ്. ഇന്ന് ക്രിസ്തുമസിൻ്റെ ഈ തിരുപ്പിറവിയുടെ സന്തോഷം ഈ സമുന്നയ സംസ്കൃതിയുടെ ഒരു നിർമ്മാണത്തിലൂടെയാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ നാടുകളിൽ ഇന്ന് മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ
കുറച്ച് ചെറുതാക്കി വേർതിരിച്ച് കാണുന്ന ഒരു സംസ്കൃതി വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ആഘോഷമായിട്ട് നമ്മുടെ മനസ്സ് മാറണം ഈ തിരുപ്പിറവിയിലെ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്രൈസ്തവൻ അവൻ്റെ ഈ അനുദിനമുള്ള ജീവിതം ക്രിസ്ത്യാനികളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല അവൻ നടത്തുന്നത്. അവൻ്റെ സ്വന്തമായ ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒറ്റ തിരിഞ്ഞിട്ടുള്ള ഒരു അന്വേഷണമല്ല. എനിക്ക് തോന്നുന്നു ഒരു ക്രൈസ്തവനെ രക്ഷയിലേക്ക്, നന്മയിലേക്ക്, മുക്തിയിലേക്ക് അടുക്കണമെങ്കിൽ അവൻ്റെ ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരെയും കൊണ്ടുവേണം അവൻ യാത്ര ചെയ്യാൻ. അതുകൊണ്ടാണ് സഭ തീർത്ഥാടകയാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വലിയൊരു സൂചന നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിലെ വിവരിക്കപ്പെടുന്ന ജ്ഞാനികളുടെ സന്ദർശനത്തിലുണ്ട്. കിഴക്ക് നിന്ന് വന്ന പൂജ്യരാജാക്കന്മാരുടെ സന്ദർശനം എത്ര മനോഹരമായ ഒരു സംഭവമാണത്. നമ്മുടെ ഈ അടുത്ത കാലത്ത് ദിവംഗതനായി പോയ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരു കാർഡിനലും പിതാവൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു കേവലം നല്ലൊരു ദൈവശാസ്ത്രജ്ഞൻ മാത്രമായി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എഴുതിയ ചില ലേഖനങ്ങളിൽ ഈ പൂജ്യരാജാക്കന്മാരെ കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, വാസ്തവത്തിൽ യേശുവിടെ പിറവി ആദ്യം അടുത്തറിഞ്ഞത് ഔസപിതാവും മാതാവും ഒക്കെ കഴിഞ്ഞാൽ പൂജ്യരാജാക്കന്മാരാണ്. യഹൂദരായിരുന്നില്ല, യഹൂദ പ്രമാണിമാരായിരുന്നില്ല, ഫരിസായരായിരുന്നില്ല, പ്രീശരായിരുന്നില്ല, സദ്ദൂയക്കാരായിരുന്നില്ല, ഇവരൊന്നും ആയിരുന്നില്ല. പിന്നെയോ യഹൂദേതര സമുദായങ്ങളിലും മതങ്ങൾ, വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങളിലും കിഴക്ക് ജീവിച്ചിരുന്ന ആളുകളാണ്. അവർ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിരന്തരമായി വ്യാപരിച്ചിരുന്നവരാണ്. എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് ഈ നക്ഷത്രം കണ്ടപ്പോൾ അതിൻ്റെ അടയാളങ്ങളിൽ നിന്ന് ദൈവം പിറന്നു എന്ന് ഒരു സൂചന കിട്ടി. ഇന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ക്രൈസ്തവർ പലപ്പോഴും യേശുവിനെ തിരിച്ചറിയാത്തിടത്ത് മറ്റ് മതസഹോദരങ്ങൾ പലപ്പോഴും യേശുവിനെ തിരിച്ചറിയുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെ ധാരാളം നമുക്ക് പഠിക്കാനുമുണ്ട്. വാസ്തവത്തിൽ അന്ന് ആ ജെറൂസലമിലേക്ക്, ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്ത പൂജ്യരാജാക്കന്മാരിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ടായിരുന്നു ആ ജെറൂസലം നിവാസികൾക്ക്. ആ കാനേഷുമാരി നടക്കുന്ന വലിയ പട്ടണത്തിൽ വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ നടക്കുമ്പോൾ അവിടുത്തെ രാജകുടുംബങ്ങളോ കൊട്ടാരങ്ങളിലോ ഒന്നും യേശു പിറവിയെ കുറിച്ചുള്ള ഒരു വർത്തമാനവും ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ അന്യദേശത്തുനിന്ന് വന്ന വേറൊരു മതപാരമ്പര്യത്തിൽ വളർന്ന അവർ അവരുടെ മതപാരമ്പര്യത്തിലുള്ള ചില കാര്യങ്ങൾ നോക്കി പഠിച്ച് അവർ യേശു പിറന്നിരിക്കുന്നു, ഒരു രക്ഷകൻ വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ ചില അടുത്ത സന്യാസി സുഹൃത്തുക്കളുണ്ട് ഹൈന്ദവ മതത്തിൽ. വളരെ അടുത്ത ചില നന്നായി ജീവിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരുണ്ട് അവരിൽ. അവരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഒരു പ്രാവശ്യം എനിക്ക് സുപരിചിതനായ വിശ്വഭദ്രാനന്ദ ശക്തിബോധി എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഞാനിങ്ങനെ പലരൊക്കെ ആയിട്ട് മതാന്തര സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന അവസരങ്ങളിൽ സംഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, യേശു ദൈവമാണോ? യേശു ഒരു അവതാരമായിരിക്കാം, യേശു ഒരു ദൈവമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് എൻ്റെ യേശുവിനെ കുറിച്ചുള്ള ഒരു വീക്ഷണം അവരോട് പറയാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്, തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ യേശുവിനെ നിങ്ങൾ ക്രിസ്ത്യാനികൾ ദൈവമാണെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തെ, അങ്ങനെയുള്ള ഒരു വിശ്വാസ സത്യത്തെ അംഗീകരിക്കാനും അതിനെ ബഹുമാനിക്കാനും എനിക്ക് സാധിക്കും. കാരണം ഞാൻ യേശുവിനെ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഈ യേശു എന്ന ആ ദൈവപുത്രൻ അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതകാലം ആരംഭിച്ചപ്പോൾ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ തിരഞ്ഞെടുത്തവരിൽ 2 പേർ ഒട്ടും എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുകയാണ്, ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശിഷ്യന്മാരാവാൻ കൊള്ളുന്നവർ ആയിരുന്നില്ല. ഒരാൾ അദ്ദേഹത്തെ ഒറ്റുകൊടുത്തു, ഒരാൾ അദ്ദേഹത്തെ അറിഞ്ഞില്ല എന്ന് പറയുന്ന, ഏറ്റവും അവസാനം നീയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടുതണി പോലും വലിച്ചെറിഞ്ഞ് ഓടിപ്പോയ ഒരാൾ, അദ്ദേഹത്തെ മേലാണ് അദ്ദേഹം പാറമേൽ ഈ പള്ളി പണിതു, സഭ പണിതു എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ പരിചയപ്പെട്ടുള്ള രാഷ്ട്രമീമാംസകളിലോ മതവിശ്വാസങ്ങളിലോ ഒരിടത്തും തന്നെ ഇങ്ങനെ
തന്നെ ഒറ്റുകൊടുക്കുന്നവനും തന്നെ തള്ളിപ്പറയുന്നവനും ഒരു ശിഷ്യ സമൂഹത്തിൽ എടുത്തതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പുത്രനെ മാത്രമേ സാധിക്കൂ. നോക്കൂ, നമ്മൾ വായിക്കുന്നത് പോലെയല്ല അദ്ദേഹം യേശുവിനെ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്, കൊണ്ട് നടക്കുന്നത്. നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഈ തീർപ്പിറവി ആഘോഷിക്കുമ്പോൾ ഞാൻ മൂന്നാമതായിട്ട് അടിവരയിട്ട് പറയുന്ന ഒരു കൊച്ചു ചിന്ത ഇതാണ്: ക്രിസ്തുമസ് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ആഘോഷമല്ല. എല്ലാവരെയും സഹോദരീ സഹോദരന്മാരായി കാണാനും സുഹൃത്തുക്കളായി കാണാനും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെയും ആഘോഷമാണ് തിരുപ്പിറവി. കാരണം അവരുടെ ഹൃദയത്തിലാണ് യേശു പിറക്കുന്നത്. ഈ സന്ദേശം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അവസാന ചിന്ത കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇന്നൊരു പക്ഷേ നമ്മളൊക്കെ വളരെ വേദനയോടുകൂടെ തിരിച്ചറിയുന്ന ഒരു സത്യമാണ്. ഇന്ന് ആത്മീയ ആഘോഷങ്ങൾ കമ്പോള ആഘോഷങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ഇന്ന് ക്രിസ്തുമസ് വരുന്നതിന് മുമ്പ്, ഓണം വരുന്നതിന് മുമ്പ്, ബക്രീദ് അല്ലെങ്കിൽ റംസാൻ വരുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ റേഡിയോയിലും എല്ലായിടത്തും കാണുന്ന പരസ്യങ്ങൾ, ടി വിയിലുള്ള പരസ്യങ്ങളെല്ലാം ഈ ആഘോഷങ്ങളോട് ചുറ്റിപ്പറ്റിയാണ്. കച്ചവടം നടന്നാലേ സാമൂഹിക നിർമ്മിതി നടക്കൂ. കച്ചവടമാണ് സമൂഹത്തെ നിർമ്മിക്കുന്നത്. ലാഭവും വാങ്ങലും പിടിക്കലും ഒക്കെയാണ് വാസ്തവത്തിൽ സമൂഹത്തെ നിർമ്മിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ്, ഉപഭോഗ സംസ്കൃതിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ നമ്മളും ഒരുപക്ഷെ അറിയാതെ ഈ ക്രിസ്തുമസ് ഒരു കച്ചവടത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഈ ക്രിസ്തുമസിന് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ. ഈ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ നാം സമ്മാനം കൊടുക്കുകയാണോ സമ്മാനം സ്വീകരിക്കുകയാണോ ചെയ്യുന്നതെന്ന്. ഞാൻ ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ ഞങ്ങൾ ആ ക്രിസ്മസിനോടനുബന്ധമായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കേക്കുകൾ കൊണ്ടുപോയി കൊടുക്കും. മുമ്പേ തന്നെ എല്ലാ സ്ഥലത്തു നിന്നും കേക്കുകൾ ഞങ്ങളുടെ അടുത്തേക്കും വരും. നമ്മൾ വീടുകളിൽ, ഞാൻ യൂറോപ്പിലൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ പാരീസിൽ ഞാൻ ഓർക്കുന്നു, ക്രിസ്മസിൻ്റെ ആ തലേ ദിവസം പള്ളിയിൽ ചടങ്ങ് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരുടെ സമ്മാനപ്പൊതി തുറക്കുകയാണ്. അത് കണ്ട് ആസ്വദിക്കലും അതിൻ്റെ ആഹ്ലാദത്തിലുമാണ്. ഇന്ന് അങ്ങനെയൊക്കെയുള്ളൊരു സംസ്കാരം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്, സമ്മാനങ്ങൾ കൊടുക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളത്, ഈ സമ്മാനങ്ങളൊന്നും നമ്മൾ സമ്മാനം നേരെ കൊടുക്കാറില്ല. അത് നമ്മൾ കൊടുക്കുന്നത് പൊതിഞ്ഞാണ്. പല പല തങ്കവർണ്ണ കടലാസുകളിലൂടെ നമ്മൾ പൊതിഞ്ഞാണ് കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും സമ്മാനങ്ങൾ ആയിത്തീരുന്നില്ല. നാം സമ്മാനങ്ങളായിത്തീരാതെ വേറെന്തോ പൊതിഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു സമ്മാനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ സമ്മാനം എന്ത് സമ്മാനമാണ് എനിക്ക് കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും എന്ത് സമ്മാനം കൊടുക്കണമെന്ന് പോലും നമ്മൾ തീരുമാനിക്കുന്നത്. അതൊരു കച്ചവട സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ക്രിസ്തുമസിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിർവ്യാജമായിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ പൊതിയലുകൾ മാത്രമാണോ, അതിൽ ഗിഫ്റ്റ് ഉണ്ടോ? പലപ്പോഴും ഗിഫ്റ്റില്ലാത്ത സമ്മാന പൊതികളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾക്ക് ചിന്തിക്കാം, ഈ ക്രിസ്തുമസിന് ഇത്രയും ദിവസം 25 ദിവസങ്ങളായിട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, ഒരുങ്ങുകയായിരുന്നു. നമുക്കിന്ന് നമ്മളെ തന്നെ കൊടുക്കാൻ ദൈവം അവൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, മനുഷ്യൻ്റെ പീഡകൾ പോലും, മരണം അവൻ ഏൽപ്പിക്കുന്നത് പോലും സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് അവൻ്റെ പുത്രനെ കൊടുത്തതുപോലെ നമ്മൾ നമ്മുടെ ചങ്ക് കൊടുക്കാൻ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമമായി കർമ്മം ചെയ്യാൻ, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കാൻ ആ തിരുപ്പിറവിയിലെ നമ്മൾ ഇപ്പോൾ മുഖത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഏറ്റവും നിഷ്കളങ്കനും എന്നാൽ നിസ്സഹായനും, 2 കൈകളും തുറന്നു പിടിച്ച് നമ്മളെ പരിപൂർണമായി ആശ്രയിച്ച്, മനുഷ്യനെ ആശ്രയിച്ച് നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞിൻ്റെ ചിത്രം നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് വളരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും തിരുപ്പിറവിയുടെ സന്ദേശം ജീവിക്കാൻ ഈ 2023 ക്രിസ്തുമസിൻ്റെ ഒരുക്ക ധ്യാനങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മൾ തിരുവചനം ശ്രവിക്കുകയായിരുന്നു. വചനം നമ്മിൽ മാംസം ധരിച്ച് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഇമ്മാനുവൽ എന്ന ധ്യാനം, ദൈവം നമ്മോടുകൂടെ എന്നാണ് ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം നമ്മളോടുകൂടെ വസിക്കാൻ, നമ്മൾ ദൈവത്തോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ആരാധനയിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ഭക്തിയോടുകൂടെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് യേശുവിനെ സ്വീകരിക്കാം. കഴിയുന്നവരെല്ലാവരും ഭക്തിപൂർവം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. വാവാ യേശുവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് യേശുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കാം, നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം. ഭക്തിപൂർവം നമുക്ക് ഈ ആരാധനയിൽ പങ്കുകൊള്ളാം. വാവാ യേശുവേ, വായൻ സ്നേഹമേ, വായൻ ജീവനേ, ഓ സ്ഥിരൂപനേ. വായും ജീവനേ, ഓ സ്ഥിരൂപനേ. വാവാ യേശുവേ, വായും സ്നേഹമേ, വായും ജീവനേ, ഓ സ്ഥിരൂപനേ. ആരാധന 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 ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ആരാധന 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 ആരാധന. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അല്പം കൂടി സ്വരത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, കർത്താവേ, വിശുദ്ധ കുർബാനയായ എന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോയെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ യേശുവേ, എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന എന്റെ ഈശോയെ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനമായി അങ്ങ് കടന്നു വരണമേ. കർത്താവേ, കുടുംബത്തിൽ സമാധാനമായി കടന്നു വരണമേ. കർത്താവേ, ഞങ്ങളോടുകൂടെ വസിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ തലകുമ്പിട്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവചനം ശ്രവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുകയാണ്. ഇന്നേ ദിവസം ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വായത്തമാക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച അതേ കർത്താവ് ഇന്നിതാ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് വചനം മാംസം ധരിച്ച ഈശോ കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്മസിന് വേണ്ടി നമ്മൾ അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്മസ് അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈശോ നമ്മുടെ ഉള്ളിൽ ജനിക്കണം. നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ചാൽ മാത്രമേ ക്രിസ്മസിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ഉണ്ടാകണമെങ്കിൽ യേശു നമ്മിൽ ജനിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥതയോടുകൂടെ നമ്മൾ ആയിരിക്കുക, ക്ഷമാപൂർവം നമ്മൾ കാത്തിരിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ജന്മം കൊള്ളുവാൻ നമ്മൾ കാത്തിരിക്കണം. നമ്മൾ എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? സ്വസ്ഥമായി കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരിക്കണം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. 37-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. എങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്തുകൊണ്ട് നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്തുകൊണ്ട് നമ്മൾ യേശു നമ്മിൽ ഭൂജാതനാകാൻ, നമ്മിൽ ജനിക്കുവാൻ നമ്മൾ കാത്തിരിക്കണം. കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ധ്യാനത്തോടുകൂടെ യേശുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ക്രിസ്തോസ് എന്ന ഈ ധ്യാനത്തിൽ നമ്മൾ 3 പരമ്പരകളിലൂടെ നമ്മൾ യേശുവിനെ നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. മാറാനാത്ത, കർത്താവേ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആദ്യ 10 ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്നു, വചനം ശ്രവിച്ചു, ആരാധനയിൽ പങ്കുകൊണ്ടു. മാറാനാത്ത, കർത്താവേ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ യേശുവേ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു മാറാനാത്ത എന്നുള്ളത്. ആ വചന ശ്രവണത്തിലൂടെ, ആരാധനയിലൂടെ നമ്മൾ കടന്നുപോയ നമ്മൾ ഹല്ലേലൂയ എന്ന പ്രാർത്ഥന ധ്യാന ശുശ്രൂഷയിലൂടെ നമ്മൾ യേശുവിന് വേണ്ടി കാത്തിരുന്നു, യേശുവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ പാടി നമ്മൾ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ ധ്യാന പരമ്പരയിലൂടെ
നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു, അവിടത്തേക്ക് ഹല്ലേലൂയ പറയുകയായിരുന്നു, ദൈവത്തിന് മഹത്വം പറയുകയായിരുന്നു. ഇന്നിതാ മാറാനാത്ത ഹല്ലേലൂയ, അതിലൂടെ നമ്മൾ കടന്നു വന്ന് എമ്മാനുവൽ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവം നമ്മോട് കൂടെ ആകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഈശോയെ നമുക്ക് അനുഭവിക്കാം. നമുക്ക് കരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവായ യേശുവേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ എന്റെ കൂടെ വസിക്കണമേ, എന്റെ കുടുംബത്തിൽ വസിക്കണമേ, എന്റെ കുടുംബാംഗങ്ങളോടുകൂടെ വസിക്കണമേ, എന്റെ പ്രദേശത്ത് വസിക്കണമേ. കർത്താവേ ഞങ്ങളോടുകൂടെ വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ കൂടെ വസിക്കണമേ, ഞങ്ങളോടുകൂടെ വസിക്കണമേ, ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ വസിക്കണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, തീവ്രമായ ആഗ്രഹത്തോടുകൂടെ ഈശോ എൻ്റെ കൂടെ വസിക്കണമേ എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഗായകരോട് ചേർന്ന് നമുക്ക് പാടാം, നാഥ കൂടെ വസിക്കണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലായിരിക്കുന്ന, എൻ്റെ ഭവനത്തിലായിരിക്കുന്ന യേശുവേ എൻ്റെ കൂടെ എന്നും വസിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമുക്ക് പാടാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ചേർന്ന് കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. തീവ്രമായ ആഗ്രഹത്തോടെ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഇരുൾ തിങ്ങുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവ് കൂടെ ഉണ്ടാകുവാൻ, ഒളി തൂകം ദീപമായി നമുക്ക് പ്രകാശം നൽകുവാൻ, ഈശോയെ എൻ്റെ കൂടെ വസിക്കണമേ. ഇതാ ഞാൻ ഇരുട്ടിലാണ്, നീ കടന്നു വരുമ്പോൾ എനിക്ക് പ്രകാശം ലഭിക്കും, എന്നിലുള്ള അന്ധകാരം മാറിപ്പോകും. നീ കർത്താവേ കൂടെ വസിക്കണമേ ഇരുൾ വീഴും വീതിയിൽ. ഇരുൾ വീഴും വീതിയിൽ ഒളിത്തോകും ദീപമായി, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഇരുൾ വീഴും വീതിയിൽ ഒളിത്തോകും ദീപമായി, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. നമ്മൾ ഓരോരുത്തരും ജീവിത വ്യഗ്രതയിലാണ്. ജീവിത വ്യഗ്രതയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. കുരിശിന്റെ പാതയിൽ ചരിക്കാൻ സാധിക്കാതെ കടന്നു വരും. ഈശോയുടെ കൂടെ നമ്മളായിരുന്നാൽ, ഈശോ നമ്മുടെ കൂടെ വസിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ കുരിശുകളിൽ, നമ്മുടെ ജീവിതത്തിലെ വേദനകളിൽ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ അവിടുന്ന് നമുക്ക് ശക്തി നൽകും. നമുക്ക് ആത്മാർത്ഥമായി പാടാം, കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ നാഥ കൂടെ വസിക്കണമേ. കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ, നാഥ കൂടെ വസിക്കണമേ,
കുരിശിന്റെ പാതയിൽ നാഥാ കൂടി വസിക്കണമേ. കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ നാഥാ കൂടി വസിക്കണമേ. നാഥാ കൂടി വസിക്കണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ മുറിയുന്ന അപ്പമായി മാറുമ്പോൾ, വേദനയോടുകൂടെ ആയിരിക്കുമ്പോൾ, ഞങ്ങളിൽ നിന്ന് ചോര പൊടിയുമ്പോൾ, കർത്താവേ നീ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ നാഥാ കൂടെ വസിക്കണമേ. മുറിയുന്ന അപ്പമായി, ചൊരിയുന്ന ചോരയായി ഞങ്ങൾ ജീവിക്കുമ്പോൾ നാഥാ, നീ എനിക്ക് വേണ്ടി മുറിയപ്പെട്ടതാണ്, നീ എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതാണ്. അതുകൊണ്ട് നാഥാ കൂടെ വസിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. തീവ്രമായ ആഗ്രഹത്തോടുകൂടെ നമുക്ക് പാടാം. മുറിയുന്നോരപ്പമായി ചൊരിയുന്ന ചോരയായി നാഥാ കൂടി വസിക്കണമേ. നാഥാ കൂടി വസിക്കണമേ. മുറിയുന്നോരപ്പമായി ചൊരിയുന്ന ചോരയായി നാഥാ കൂടി വസിക്കണമേ. നാഥാ കൂടി വസിക്കണമേ. കർത്താവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, കർത്താവെ തളരാതെ ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീ ഞങ്ങളോടുകൂടെ വസിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്. പുലർകാലെ നീ എൻ്റെ ജീവിതത്തിൽ സൂര്യനായി കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഇരുൾ വീണ പാതകളിൽ പ്രകാശമായി മാറും, എനിക്ക് ശക്തിയായി മാറും. കർത്താവേ, എൻ്റെ കൂടെ വസിക്കണമേ പുലർകാല സൂര്യനായി. പുലർക്കാല സൂര്യനായി ചിരിത്തൂകും ചന്ദ്രനായി നാഥാ കൂടി വസിക്കണമേ. നാഥാ കൂടി വസിക്കണമേ. പുലർക്കാല സൂര്യനായി ചിരിത്തൂകും ചന്ദ്രനായി നാഥാ കൂടി വസിക്കണമേ. നാഥാ കൂടി വസിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിന്റെ സാന്നിധ്യം എനിക്ക് ശക്തി നൽകുകയാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ പെടുമ്പോൾ, ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല, കനിവോടെ എന്നെ നോക്കാൻ ആരുമില്ല, അലിവോടെ എന്നോട് സംസാരിക്കാൻ ആരുമില്ല. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അലിവേറും സ്നേഹമായി നീ കടന്നു വരുമ്പോൾ എനിക്ക് ശക്തി ലഭിക്കും, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാനുള്ള കഴിവ് ലഭിക്കും. കർത്താവേ, നിന്റെ സ്നേഹം അനുഭവിക്കാൻ, നിന്റെ അലിവേറുന്ന സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ശക്തിയോടുകൂടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകാൻ സാധിക്കും. നാഥ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അലിവേറും സ്നേഹമായി. അലിവേറും സ്നേഹമായി അലയാഴി പോലെ നാഥാ കൂടി വസിക്കണമേ. നാഥാ കൂടി വസിക്കണമേ. അലിവേറും സ്നേഹമായി അലയാഴി പോലെ നാഥാ കൂടി വസിക്കണമേ. നാഥാ കൂടി വസിക്കണമേ. കർത്താവേ, ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകൾ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അസ്വസ്ഥതകൾ, കർത്താവേ
എന്നെ തളർത്തിക്കളയുന്നു. ജീവിതത്തിൽ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുവാൻ എനിക്ക് സാധിക്കാതെ പോകുന്നു. കർത്താവേ, അങ്ങനെ സഹനവേളയിൽ നീ എൻ്റെ ജീവിതത്തിൽ ആശ്വാസമേകുവാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഏതു പ്രതിസന്ധിയും നേരിടാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലെ സഹനവേളകളിൽ ആശ്വാസമേകുവാൻ നാഥ നീ കടന്നു വരണമേ. ആത്മാർത്ഥമായി നമുക്ക് പാടാം, സഹനത്തിൻ്റെ വേളയിൽ നാഥ കടന്നു വരണമേ എന്ന്. സഹനത്തിൻ വേളയിൽ ആശ്വാസമേകുവാൻ നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. സഹനത്തിൻ വേളയിൽ ആശ്വാസമേകുവാൻ നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. ഇരുകരങ്ങളും യാതനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പാടാം. തീവ്രമായ ആഗ്രഹത്തോടുകൂടി നമുക്ക് പാടാം. നാഥാ എന്റെ കുടുംബത്തിലേക്ക് വരണമേ. നാഥാ എന്റെ കൂടെ വസിക്കണമേ. നാഥാ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും, എന്റെ അസ്വസ്ഥതയുടെ വേളയിൽ, എന്റെ ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ, എന്റെ ആകൃതിയുടെ നിമിഷങ്ങളിൽ നാഥാ കൂടെ വസിക്കണമേ. നാഥാ എന്റെ കുടുംബത്തിൽ വസിക്കണമേ. നാഥാ എന്റെ ഭവനത്തിൽ വസിക്കണമേ. നാഥാ എന്റെ കുടുംബാംഗങ്ങളിൽ വസിക്കണമേ. നാഥാ എന്റെ പ്രദേശത്ത് വസിക്കണമേ. ഹല്ലേലൂയ. നാഥാ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. ഇമ്മാനുവേൽ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, ഇമ്മാനുവേൽ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ഇമ്മാനുവേൽ അനുഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ നാഥാ കൂടെ വസിക്കണമേ. നാഥാ വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ കൂടെ വസിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ കൂടെ വസിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ കൂടെ വസിക്കണമേ. യേശുവേ, യേശുവേ. നാഥാ കൂടെ വസിക്കണമേ. യേശുവേ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രദേശത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരിക്കൽ കൂടി നമുക്ക് പാടാം, നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. തീവ്രമായ ആഗ്രഹത്തോടുകൂടെ നമുക്ക് പാടാം. നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. എന്റെ ഭവനത്തിൽ വസിക്കാൻ നാഥാ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. എന്റെ ഭവനത്തിലേക്ക് നീ വരണമേ. നാഥാ കൂടെ വസിക്കണമേ. എന്റെ കുടുംബാംഗങ്ങളിലേക്ക് നീ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ. എന്റെ അസ്വസ്ഥതകൾ നീ കടന്നു വരണമേ. കൂടെ വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 37-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. സങ്കീർത്തനം 37:5. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, പരിപൂർണമായി നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. നമ്മെ പരിപൂർണമായി കർത്താവിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കാം.
അവിടുന്ന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കാം. അവിടുന്ന് നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.